ജ്യൂസ് ഫുഡി സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള മയോണൈസ് റെസിപ്പിയാണ്. ഞാൻ ഇന്ന് 3 ടൈപ്സ് ഓഫ് മയോണൈസ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നോർമൽ മയോണൈസ്, ചില്ലി മയോണൈസ്, ദെൻ ഗ്രീൻ മയോണൈസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഹോൾ എഗ്ഗ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചിലർ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഡിഫറൻസ് ഒന്നും വരില്ല. ചെറുതായിട്ട് കളറിൽ മാത്രമേ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുള്ളൂ. ചെറിയൊരു ക്രീമിഷ് കളറായിരിക്കും യെല്ലോ ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കടുക് പൊടിച്ചതാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഒറിജിനൽ ഫ്രഞ്ച് മയോണൈസിന് ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കും. 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചേർക്കുന്നത് ആപ്പിൾ സിഡാർ വിനെഗറാണ്. അത്യാവശ്യം പുളിയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നോർമൽ വിനെഗർ അല്ലെങ്കിൽ വൈറ്റ് വിനെഗറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1-2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് 10-15 സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സായി വരണം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്കുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിലൊന്നും മയോണൈസിന് വേണ്ടി യൂസ് ചെയ്യരുത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓയിലിൻ്റെ അളവാണ്. ഓയിൽ ഒരുപാട് കൂടിയാലും അതേപോലെ തന്നെ കുറഞ്ഞാലും മയോണൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടോട്ടലോടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഓയിലാണ്. അതിൽ നിന്ന് 1/2 കപ്പ് ഓയിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബ്ലെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്തെടുക്കരുത്. മിക്സിയുടെ പൾസ് മോഡിലിട്ടിട്ട് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ടൈപ്പ് മിക്സിയിലൊക്കെ വെച്ചാൽ പൾസ് ബട്ടൺ ഇതുപോലെ ഉണ്ടായിരിക്കും. ചില മിക്സിയിൽ, അതായത് നോബ് ടൈപ്പ് മിക്സിയിലാണെങ്കിൽ അതിൽ ബാക്കോട്ട് ജസ്റ്റ് ഒന്ന് തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. മയോണൈസ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മയോണൈസിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറയുന്നത്. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 10-15 സെക്കൻഡ് മാത്രമാണ്. ഇപ്പോൾ ഒരു 15 സെക്കൻഡോളം ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായി വരുന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഓയിൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വീണ്ടും അതേപോലെ തന്നെ പൾസ് മോഡിലിട്ടിട്ട് 10-15 സെക്കൻഡ് നേരം ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. മയോണൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിവിടെ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് ഒരു ഫ്ലഫി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ 10-15 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ടൈമിൽ കിട്ടുന്ന എഗ്ഗ് ചിലപ്പോൾ സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചെറിയ എഗ്ഗായിരിക്കും കിട്ടുക. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന എഗ്ഗ് അത്യാവശ്യം സൈസ് ഉള്ളതാണ്. അപ്പോൾ എഗ്ഗിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഓയിലിൻ്റെ അളവിലും ചെറിയ വേരിയേഷൻസ് വരും. ഇനി നമുക്ക് അടുത്ത മയോണൈസ്, അതായത് റെഡ് ചില്ലി മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറാണ്. ആദ്യം ഇതിലേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. നേരത്തെ മയോണൈസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്കും ചേർത്ത് കൊടുക്കണം. അതിൻ്റെ നേർപകുതി അളവിനാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ 2 എഗ്ഗ് എടുത്തു, ഇതിലേക്ക് ഇപ്പോൾ 1 എഗ്ഗേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളിയുടെ പകുതിയോളം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെയും പകുതി അളവിൽ മസ്റ്റാർഡ് പൗഡർ, അതേപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ മാത്രം പഞ്ചസാര, പാകത്തിന് ഉപ്പ് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ മാത്രം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ചില്ലി ഫ്ലേക്സ് ഇല്ല എങ്കിൽ 1 വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിന് വേണ്ടിയിട്ടല്ല, ഇത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് കളർ കിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു എഗ്ഗിലേക്ക് 1/2 കപ്പ് എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് എണ്ണ കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 10 to 15 സെക്കൻഡ് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1/2 കപ്പ് ഓയിൽ ഫുള്ളായിട്ട് ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചില്ലി മയോനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോനൈസ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ മയോനൈസ്, അതായത് ഗ്രീൻ മയോനൈസ് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. ഇതിന് മിൻറ്റ് മയോനൈസ് എന്നോ അല്ലെങ്കിൽ കൊറിയൻഡർ മയോനൈസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം 1 കപ്പ് മല്ലിയുടെ ഇല കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയുടെ ഇലയുടെ അതേ അളവിൽ തന്നെ 1 കപ്പ് പുതിനയുടെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിനയുടെ ഇലയുടെ സ്മെല്ല് അത്ര താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നേർപകുതി അളവിൽ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി ഒരു നുള്ളു ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി മയോനൈസിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മയോനൈസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഗ്രീൻ മയോനൈസ് റെഡിയാക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നോർമൽ മയോനൈസിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മയോനൈസ് കൂടി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഗ്രീൻ ചട്നിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നേരത്തെ ഉണ്ടാക്കി വെച്ച മയോനൈസിൽ നിന്ന് പകുതി മയോനൈസ് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മയോനൈസിൽ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് കൂടി മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നല്ലതുപോലെ ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്രീൻ മയോനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടോട്ടൽ 3 ടൈപ്സ് മയോനൈസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.